ചോറ്റാനിക്കരയിലെ പെൺകുട്ടി നേരിടേണ്ടി വന്നത് ലൈംഗികാതിക്രമവും ക്രൂരമർദ്ദനവും. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദത്തിനിരയായി ചികിത്സയിലിരിക്കെ മരിച്ച 19-കാരിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്നും ദേഹമാസകല മുറിപ്പാടുകൾ കണ്ടെത്തിയെന്നും ചോറ്റാനിക്കര CA NK മനോജ് പ്രതികരിച്ചു. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തും. പെൺകുട്ടിക്ക് വൈദ്യസഹായം നിഷേധിച്ചത് മരണകാരണമായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പെൺകുട്ടിയുടെ മസ്തിഷ്ക മരണത്തിന് വഴിവെച്ചത് കഴുത്തിൽ ഷാൾ മുറുകിയതാണെന്നും CA പറഞ്ഞു. ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത്. 1 വർഷം മുൻപാണ് പെൺകുട്ടി അനൂപ് എന്ന യുവാവിനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് അടുപ്പമായി മാറുകയായിരുന്നു. പിതാവ് മരിച്ചതോടെ പെൺകുട്ടിയും മാതാവും മാത്രമായിരുന്ന വീട്ടിൽ അനൂപ് വരുമായിരുന്നു. തന്റെ എതിർപ്പ് മറികടന്ന് മകളുടെ ആൺ സുഹൃത്ത് പലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞത്. പെൺകുട്ടിക്ക് പലപ്പോഴും അനൂപിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായും മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെ വീട്ടിലെത്തിയ പ്രതി പിറ്റേന്ന് പുലർച്ചെയാണ് തിരികെ പോയത്. ആ സമയം അത്രയും കൊടിയ പീഡനങ്ങളാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി ഷോളിൽ തൂങ്ങി ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ ഇയാൾ ഷോൾ മുറിച്ച് പെൺകുട്ടിയെ താഴെയിടുകയായിരുന്നു. ശ്വാസം കിട്ടാതെ ഒച്ചയിട്ട പെൺകുട്ടിയുടെ വായും മൂക്കും ഇയാൾ പൊത്തിപ്പിടിച്ചതോടെ പെൺകുട്ടി അബോധാവസ്ഥയിലായി. പിന്നാലെ ശരീരത്തിൽ ഇയാൾ വെള്ളമൊഴിച്ചതോടെ പെൺകുട്ടിക്ക് അപസ്മാരം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് അനക്കമില്ലാതിരുന്ന പെൺകുട്ടിയെ ഇയാൾ ചുറ്റിക ഉപയോഗിച്ച് ഉപദ്രവിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ പെൺകുട്ടിയെ ഗുരുതര പരിക്കുകളോടെ അവശനിലയിൽ ബന്ധുവാണ് വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മരണത്തിന് കീഴടങ്ങിയത്. നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ അനൂപ്. പെൺകുട്ടിയോട് സൗഹൃദം കാണിച്ചത് മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടായിരുന്നു. ലഹരി ഉപയോഗിക്കാൻ അനൂപ് സ്ഥിരമായി പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്യുമായിരുന്നു. മറ്റ് ആൺ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചായിരുന്നു ഉപദ്രവങ്ങൾ നടത്തിയിരുന്നതെന്നാണ് അനൂപ് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി.